യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ വരെ ചിന്തിക്കുവാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയതായ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യമാണ്. നമ്മൾ ഇങ്ങനെ ചിന്തിപ്പാനിടയായി തീർന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവർ ആകുന്നു. ദൈവത്തിൻ്റെ വചനം നിമിത്തം നാം ശുദ്ധീകരിക്കപ്പെടുക. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ കൊമ്പ് പ്രൂൺ ചെയ്യപ്പെട്ട് അധിക ഫലം കായ്ക്കുവാൻ ഇടയാകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചനത്താൽ ചെത്തിവെടിപ്പാക്കപ്പെട്ട് കൂടുതൽ ഫലം നമ്മളിൽ നിന്നും ഉളവാകുകയുള്ളൂ. നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ കർത്താവ് യേശുക്രിസ്തു ഇവിടെ സംസാരിക്കുന്നതായ കാര്യങ്ങൾ ദൈവവുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് നമ്മൾ അതിൻ്റെ 4 മുതലുള്ള ചില വാക്യങ്ങളാണ് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. അതിനായി നമുക്ക് 4-ാം വാക്യം മുതൽ ചില വാക്യങ്ങൾ വായിക്കാം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നോക്കിക്കേ, വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറയുന്നത്. നമ്മൾ മുമ്പ് ചിന്തിച്ചതായ കാര്യം, മുന്തിരിവള്ളിയിൽ വസിക്കുന്നതായ കൊമ്പ്, ആ കൊമ്പിൽ നിന്നും കൂടുതൽ ഫലങ്ങൾ തോട്ടക്കാരനായ പിതാവായി ദൈവം ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെ ദൈവവചനത്താൽ അവൻ ചെത്തിവെടിപ്പാക്കുന്നു. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വസിക്കുക എന്ന് പറയുന്നത്. എബൈഡ് ഇൻ മീ എന്നാണ് യേശു അവിടെ കൊടുത്തിരിക്കുന്നത്. ഞാൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ എന്നിൽ വസിച്ചാൽ ഞാൻ നിങ്ങളിലും വസിക്കും. ഈ വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് യേശുക്രിസ്തു ഇതൊരു ചോയ്സായിട്ട് നമ്മളോട് പറയുക. ഇത് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതായ ഒരു കാര്യമാണ്. ഒരിക്കലും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വന്നാൽ നിങ്ങൾ വസിച്ചേ മതിയാകത്തുള്ളൂ എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറിച്ച് ദിസ് ഈസ് അവർ ചോയ്സ്. ഇത് നമ്മളുടെ തിരഞ്ഞെടുപ്പാണ്. എപ്പോഴും ദൈവം മനുഷ്യൻ്റെ വില്ലിനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെ ദൈവം ആദരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കണം. എന്നിൽ വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങളിൽ ഫലമുണ്ടാവുകയുള്ളൂ. കേവലം ചെത്തിവെടിപ്പാക്കപ്പെടുക മാത്രമല്ല, വസിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കർത്താവ് യേശുക്രിസ്തു നമുക്ക് നൽകുക. എന്താണ് ഈ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഞാൻ ഈ ഒരു വാക്കിനെ ദൈവവചനം കൊണ്ട് തന്നെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും നമ്മൾ ദൈവവചനം പഠിക്കേണ്ടത് പുറമേ നിന്നല്ല പഠിക്കേണ്ടത്, മറിച്ച് ദൈവവചനത്തിൽ തന്നെ അതിന് ഇണയായിട്ടുള്ള വാക്യങ്ങളുണ്ടാകും. എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്, ചില ആളുകൾ ദൈവവചനത്തെ വിശദീകരിക്കാൻ വേണ്ടി പുറമേ നിന്നുള്ള ഉദാഹരണങ്ങളും പുറമേ നിന്നുള്ള ആശയങ്ങളും ഒക്കെ കൊണ്ടുവരാറുണ്ട്. തിരുവചനം നമ്മളെപ്പോഴും തെളിയിക്കേണ്ടത് തിരുവചനത്തിൽ തന്നെ ആയിരിക്കണം. തിയോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട്. ആ തത്വം എന്ന് പറയുന്നത് വചനം വചനത്തെ തന്നെ വ്യാഖ്യാനിക്കട്ടെ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യമാണ് ഞാൻ ഈ എബൈഡിങ് എന്നുള്ളതിന് വിശദീകരണമായി നിങ്ങളോട് വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത്. 23-ാം വാക്യം, ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിങ്ങൾ നിൽക്കും. അവൻ്റെ മുമ്പിൽ നിൽക്കും എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് എസ്കറ്റോളജിക്കലായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഭാവിശാസ്ത്രപരമായ ഒരു ചിന്തയിലായിരിക്കാം. പക്ഷേ ഈ ഒരു വാക്യം നമ്മളോട് പറയുന്നത് നാം അവൻ്റെ മുമ്പിൽ നിൽക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ തന്നെ നാം അവനിലായി തീരും. പക്ഷേ അവനിലായി തീരണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് അപ്പോസ്തലൻ പൗലോസ് കൊലോസ്യ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. താൻ പറയുന്നു, സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും നിങ്ങൾ ഇളകാതെ. എന്താണ് സുവിശേഷത്തിൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്? സുവിശേഷം എന്തിനാണ് നമ്മൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ഉദ്ദേശത്തിൽ നിന്നും നമ്മൾ ഒരിക്കലും ഇളകിപ്പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വചനത്തിൽ നിന്ന് നാം ഒരിക്കലും ഇളകിപ്പോകാൻ പാടില്ല. അതേപോലെ തന്നെ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. അതായത് സുവിശേഷം, ദൈവവചനം, അതിൽ അടിസ്ഥാനപ്പെട്ടവരായി നാം നിൽക്കുകയും അതോടൊപ്പം തന്നെ സ്ഥിരത ഉള്ളവരായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ നാം അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ വസിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വിശദീകരണമാണ്
നമുക്കിവിടെ കാണുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ഇളകരുത്. അതേപോലെ തന്നെ അതിൽ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നാൽ ഈ വസിക്കുന്ന ആ പ്രക്രിയയിലേക്ക് നമുക്ക് ആയിത്തീരുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർക്കും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറയുന്നത് നാം അവനിൽ വസിക്കണം. കൊമ്പ് മുന്തിരിവള്ളിയിൽ ചേർന്നിരിക്കുന്നത് പോലെ തന്നെയാണ് നാം അവനിൽ വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ കാര്യം. കൊമ്പുകളിലേക്ക് ഈ മുന്തിരിവള്ളിയുടെ സാപ്പ്, അതിൻ്റെ കറ, അതേപോലെ തന്നെ അതിൻ്റെ പോഷകങ്ങൾ എല്ലാം എത്തിച്ചേരുന്നത് നാം മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോഴാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവത്തിന് നമ്മൾ ഉടമകളായിത്തീരും. ഞാനും നിങ്ങളും കർത്താവ് യേശുക്രിസ്തു എന്ന മുന്തിരിവള്ളിയിൽ വസിക്കുന്നു എങ്കിൽ നമ്മളിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉണ്ടായിത്തീരും എന്നുള്ളതാണ് ഇവിടുത്തെ മറ്റൊരു ആശയം. അതായത് നമ്മുടെ സംസാരം, നമ്മുടെ ജീവിതം, നമ്മളുടെ സ്വഭാവം, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലുകൾ, ഇതെല്ലാം തന്നെ നാം ക്രിസ്തുവിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ എവിഡൻസായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഞാൻ ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ വസിക്കണമെന്നില്ല. ഞാൻ മുഴുവൻ വേദപുസ്തകവും പല ആവർത്തി വായിച്ചാൽ പോലും ഞാൻ അവനിൽ വസിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചതുകൊണ്ടോ ഒരുപക്ഷെ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളിലൂടെയോ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയോ ദൈവവചനം കേട്ടതുകൊണ്ടോ ഞാൻ മുന്തിരിവള്ളിയിൽ അല്ലെങ്കിൽ യേശുവിൽ വസിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ എന്താണ് യേശു വസിക്കുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് നമ്മുടെ സ്വഭാവം അത് വെളിപ്പെടുത്തും. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പറയുന്നു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ എന്നിൽ വസിക്കുക എന്നുള്ളതാണ്. അതായത് നാം സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്നും ഇളകാതെ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നാൽ ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായിത്തീരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിച്ച് അവരിൽ തന്നെ വസിക്കുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം. അങ്ങയിൽ വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ നന്മകളാലും അങ്ങയുടെ മക്കൾ നിറയപ്പെട്ടു വരുമാറാകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.